ആളെ കുത്തിയറച്ച് വരണുണ്ട്. എല്ലാരും കൂടെ പെട്ടെന്നെ അങ്ങോട്ട് കേറ്. കേറി ചേട്ടാ. ഇയാൾ ഇതിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യാ? വണ്ടി നീ എവിടേക്ക് നുഴഞ്ഞു കയറണേ? നീ എന്താ പാകിസ്ഥാന്റെ ആളാ? നുഴഞ്ഞു കയറാതെ കാറുകളല്ല. ഞാൻ വണ്ടി കയറാൻ വന്നതാ. ദേ വണ്ടി പോയി. ഞാൻ എന്ത് ചെയ്യും? ഓ, വണ്ടി കയറാൻ വേണ്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇതേ റോട്ടിൽ ഇറങ്ങിക്ക്. വല്ലേ തമിഴ വണ്ടി വന്ന് കേറി പൊക്കോളും. ഒരു പാക്കറ്റ് വിൽസ് 100 രൂപ കഴിഞ്ഞുണ്ടാവല്ലോ അല്ലേ? എത്രയായി? 20. അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. അയ്യോ, ബസാറിന്റെ 100 രൂപ കൊണ്ടുപോയി. സിഗരറ്റിന്റെ കാശാരെ മുങ്ങാൻ നോക്കുന്നു. ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. 20 രൂപയ്ക്ക് പകരം ബസാറിന് ഞാൻ 100 രൂപ കൊടുത്തു പോയി. ഇത് ഇവനെ പോലുള്ളവരുടെ സ്ഥിര പരിപാടിയാ. മര്യാദക്ക് ആശു കൊടുത്തിട്ട് പോടാ. അങ്ങനെ പറയരുത് ചേട്ടാ. ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ്. എന്റെ പൊന്നു ചേട്ടനല്ലേ. എനിക്ക് ശ്ലോകം അറിയാം. ഓം സത്സവതൂർപരണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ യോ. നിന്നെ കണ്ടിട്ട് കള്ള ലക്ഷണം ഉണ്ടല്ലോ. അതെന്റെ കുറ്റല്ല, എന്റെ അച്ഛന്റെ കുറ്റ. ചേട്ടൊരു പണിയെ ഈ വിളിച്ച് തിരിച്ചെടുത്തോ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. പള്ളി എവിടെയാ? കാശിടറാ. അയ്യോ, ഇതെടുക്കരുത്. ആകപ്പാട് കൂടി എനിക്ക് കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാനുള്ളതാ. കല്ലൂർക്കാരന്റെ വീടോ? അതെ, ഞാൻ കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാ. കല്ലൂർക്കാരന്റെ ആരാ? കല്ലൂർക്കാരന്റെ വകയിലൊരു റിലേറ്റീവ്സാ. അനിയന സ്വന്തം ബ്രദർ. ഇവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. എന്നോട് ക്ഷമിക്കണം ചേട്ടാ. ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. കല്ലൂർക്കാരനോട് കാര്യം പറയരുത്. കല്ലൂർക്കാടിന് ഈ നാട്ടിൽ ഇത്രയും വിലയോ? കുടിക്കാൻ എന്താ വേണ്ടത്? പെപ്സിയോ കൊക്കോ കോളയോ? വേല മനസ്സിലിരിക്കട്ടെ ചേട്ടാ. എന്നിട്ട് അതിന്റെയും കൂടി പൈസ എന്റെ വാങ്ങിക്കാനല്ലേ ഞാൻ കുട്ടിക്കണ കഞ്ഞിയില്ല. എന്തിന് കല്ലിട്ടുള്ള ചേട്ടാ.